யூடியூப் சேனல் வச்சிருக்கேன்னா இங்க பனி முடக்கு தானே? பனிக்கு வந்தப்போ பனி இல்ல വീഡിയോയില് പോടുங்க. ഹലോ, ഇറ്റ്സ് മീ മനു ഭാരതി. മറ്റൊരു ഫോട്ടോ വിശേഷവുമായി സ്വാഗതം. ഞാൻ ഇന്ന് കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിലാണ് നിൽക്കുന്നത്, തിരുവനന്തപുരം. ഇന്നിവിടെ ആകെ ചെലവാണ്. ഇന്ന് ദേശീയ പണിമുടക്കായതുകൊണ്ട് നഗരക്കാഴ്ചകൾ പകർത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയുടെ പല ഭാഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് പണിമുടക്കുമായി ബന്ധപ്പെട്ട കുറെ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. മനോഭാരതി. അപ്പോ പണിമുടക്കിലെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞിറക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തെ ഫേമസ് വ്യാപാര സ്ഥലമായ ചാലയിലാണ്. ചാലയിൽ മിക്ക കടകളും അടഞ്ഞു കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ട്രിവാൻഡ്രത്തെ കുറച്ച് സ്ഥലങ്ങളും കൂടെ കവറപ്പ് ചെയ്യാം. ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കഴിയുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇത് ബാധകമാവും ഈ പണിമുടക്ക്. അത് ഞാനാണ് അല്ല ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ അവിടെ വിളിക്കുക, നിങ്ങൾ ചില പരിഹാരമൊന്നും പറഞ്ഞിട്ട് വരും. വെറുതെ കേൾക്കുമ്പോ ഒരാള് നമ്മളത് ശ്രദ്ധിക്കും. അതാണ് ചിത്രത്തിലൂടെ ചരിത്രം പറയുക. അപ്പൊ അതാണ് എന്റെ സെഗ്മെന്റ്. അപ്പം അതിൽ നമ്മൾ ഈ ആൾക്കാരെ പരിചയപ്പെടുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു, സ്ഥലങ്ങള്. ഈ സ്ഥലം ചിലപ്പോ നാളെ മാറും. അപ്പൊ ആ ചിത്രം, ആ കഥ പറയും. അപ്പൊ അങ്ങനെയാണ് ഇറങ്ങിയത്. അപ്പൊ ഇന്ന് പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ കുറെ ചിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയാണ്. ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷമ വലിയ വ്യത്യാസം. അരമണിക്കൂറിന് ശേഷമാണ് കിട്ടിയത്. ഫോട്ടോസ് എടുക്കാൻ രസകരമായതും കൗതുകവുമായതും എന്നാൽ ഒരു കഥ പോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇറങ്ങി. ഞാൻ കുറെ നേരം പോലീസുകാരനെ മുമ്പ് കണ്ടു, അദ്ദേഹത്തിനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ 2 ഫോട്ടോസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നല്ല രസമുള്ള പരിപാടിയാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട്, നടന്ന് പൂപ്പാട് വരും. അവിടെ ഒരു ബസ്സിനകത്ത് കുറച്ച് ഡ്രൈവേഴ്സ് കുശലം പറഞ്ഞിരിക്കുക. അവരെ ഫോട്ടോസ് ഒന്ന് എടുക്കാം, അവർ സമ്മതിച്ചാൽ. ഇനിയിപ്പോ എപ്പോഴാ സർവീസ് തുടങ്ങും? 5:15. അത് മന്ത്രി പറഞ്ഞ സംഗതി സ്ട്രോങ് ആയിട്ട് ശരി. അപ്പൊ അവരെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവര് വളരെ ഹാപ്പിയാണ്. പെട്ടുപോയി, പക്ഷെ ഹാപ്പിയാണ് അവര്. ഇത്തരം ആൾക്കാരെ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലേ. അവര് കുറച്ച് ഹാപ്പി ആയിരിക്കും.
ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക. പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. പിന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ പറയുക. അടുത്ത ഏത് രീതിയിൽ ഇംപ്രൊവൈസേഷൻ ചെയ്യണമെന്ന് അതും കൂടെ ഒന്ന് പറയുക. ഓക്കെ, അപ്പോൾ ചിത്രം ചരിത്രമാകാൻ ക്യാമറമാൻ മനു ഭാരതിയോടൊപ്പം നിങ്ങൾ. ബൈ ബൈ.